അഹമ്മദാബാദിൽ വിമാന അപകടമുണ്ടായപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ജനാലകൾ വഴി തുണികൾ കൂട്ടിക്കെട്ടിയാണ് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങിയത്. അർജുൻ പീതാംബരൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അർജുൻ, നമസ്കാരം. വളരെ സാഹസികമായി അവരൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. തുണികളും മറ്റും കൂട്ടിക്കെട്ടിയാണല്ലോ അവർ ഈ ബാൽക്കണി വഴി പുറത്തേക്ക് ഇറങ്ങുന്നത്. വിശദാംശങ്ങൾ എന്താണ്? ഈ ദൃശ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് അർജുൻ? മോദി, നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളിലുള്ള കെട്ടിടത്തിന്റെ തൊട്ടു പുറകിലാണ് ആ ഹോസ്റ്റൽ മെസ്സും അതുപോലെ തന്നെ വിമാനം വന്ന് തകർന്നു കിടക്കുന്ന സ്ഥലവും ഉള്ളത്. ആ മെസ്സിന് മുകളിലേക്ക് ഈ വിമാനം വന്ന് പതിക്കുന്നു. അതിന്റെ ചില ഭാഗങ്ങൾ വേർപെട്ട് മുന്നിലേക്ക് വീണു. ആകെ ഒരു തീഗോളമായി മാറിയിരുന്നു. അതിനിടയിലാണ് മറ്റു മാർഗങ്ങളില്ലാതെ പുറത്തേക്ക് എത്രയും പെട്ടെന്ന് എടുത്ത് ചാടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഇത്തരത്തിൽ തുണികളെല്ലാം തന്നെ കൂട്ടിക്കെട്ടി വിദ്യാർത്ഥികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ബാൽക്കണി വഴി താഴേക്ക് ചാടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. താഴെ ഒരുപാട് ആളുകൾ അവർ രക്ഷാപ്രവർത്തനത്തിന് ഇവരെ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരെ രക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയും തയ്യാറായി ഇവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് അവിടെ നിൽക്കുന്നതും കാണാൻ സാധിക്കും. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം, ഇതിന് നിമിഷങ്ങൾക്കകം തന്നെ ഈ കാണുന്ന ഹോസ്റ്റൽ പരിസരത്തേക്കും തീ പടർന്നിരുന്നു. അത് പിന്നീട് ആകെ കത്തിക്കരിഞ്ഞ നിലയിലേക്കാണ് പിന്നീട് പോയത്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ് ചെയ്തതോ അവരെല്ലാം തന്നെ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നുമുണ്ട്. 4 വിദ്യാർത്ഥികൾക്കാണ് ഈ അപകടത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾ അവിടെ നിന്നും ആ ഹോസ്റ്റൽ പരിസരത്ത് നിന്നും രക്ഷപ്പെട്ടത് എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് ആ ദൃശ്യങ്ങളിലൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും നിമിഷങ്ങൾ മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ തന്നെ ഈ എണ്ണ, ഇത്രത്തോളം ഈ ഹൈഡ്രജൻ ഫ്യൂവൽ വിമാനത്തിന്റെ അത് മുന്നിലേക്ക് വന്ന് തീ പടർന്ന് പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനിടയിൽ ലഭിക്കുന്ന സമയത്തിനുള്ളിൽ സ്വന്തം ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് കയ്യിൽ കിട്ടാവുന്ന തുണികളെല്ലാം വെച്ച് ഒരു കയറ് പോലെ കെട്ടി ആ ബാൽക്കണിയിൽ നിന്ന് താഴേക്കിട്ട് ആ വിദ്യാർത്ഥികൾ ബാൽക്കണിയിലൂടെ താഴേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും ആ കെട്ടിടത്തിൽ നിന്നും ഇത്തരത്തിൽ തന്നെയാണോ താഴേക്ക് ഇറങ്ങിയത്? കാരണം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നതായിരുന്നല്ലോ അവർ ലക്ഷ്യമിട്ടിരുന്നത് ഈ ദുരന്ത സമയത്ത്. അങ്ങനെയാണോ, അതോ പിന്നീട് ഏതെങ്കിലും പുറത്തുനിന്നുള്ള സഹായത്താൽ രക്ഷപ്പെടുകയായിരുന്നോ കുട്ടികൾ? വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? മോദി, വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് ബാൽക്കണിയിലും കൂടെയാണ്. മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സും പോലീസും എത്തി ഇവരെ സഹായിക്കാനുണ്ടായിരുന്നു. ഈ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഗോവണികളിലൂടെയും അതുപോലെ ഈ കെട്ടിടത്തിന്റെ മറ്റു ഗോവണികളിലൂടെയും ഫയർഫോഴ്സിന്റെ എല്ലാം വാഹനങ്ങൾ നിർത്തി അവരുടെയും ഗോവണികളിലൂടെ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിനു പുറമെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ സാഹസികമായി എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി അത്തരത്തിൽ കയ്യിൽ കിട്ടാവുന്ന തുണികളെല്ലാം കൂട്ടിക്കെട്ടി ഒരു കയറ് പോലെയാക്കി താഴേക്കിടുന്നതും അതിലൂടെ ഊർന്നിരുങ്ങുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്, പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും എത്ര നേരം ഇനി ഇത്തരത്തിൽ തീ മുന്നോട്ട് പിടിക്കും അല്ലെങ്കിൽ പടരാൻ സമയമെടുക്കുമെന്നുള്ള ഒരു ഭയമുണ്ടായിരുന്നു. അത്രത്തോളം തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ രീതിയിൽ വളരെ സാഹസികമായി തന്നെ വിദ്യാർത്ഥികൾ താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത്. ജീവന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ കാണുന്നത്. എത്രയും പെട്ടെന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് കുട്ടികൾ നടത്തുന്നത്. ബാൽക്കണിയിൽ നിന്നാണ് അവർ ഹോസ്റ്റൽ റൂമുകളിൽ നിന്ന് പുറത്തേക്ക് താഴെ എത്താൻ ശ്രമിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന തുണികളൊക്കെ കൂട്ടിക്കെട്ടി അതിലൂടെ ഊർന്ന് താഴേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. വിശദാംശങ്ങൾ നൽകിയത് അർജുൻ പീതാംബരനാണ്.